സാരിയുടുത്ത ഒരു മലയാളി പെണ്ണിനെ ബോളിവുഡിന്റെ രാം ഗോപാൽ വർമ്മ തന്റെ അടുത്ത പടത്തിലെ നായികയായി മനസ്സിൽ കണ്ട നേരം കോട്ടയംകാരി ശ്രീലക്ഷ്മി സതീഷിന്റെ തലവര മാറി മറിയുകയായിരുന്നു. താരത്തിന്റെ ആദ്യ ചിത്രമായ സാരി അവർ പോലും അറിയാതെ സംഭവിച്ചു പോയതെന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമില്ല. ഇന്ന് ഗ്ലാമറിന്റെ അതിപ്രസരം നിറഞ്ഞ ലോകത്താണ് ശ്രീലക്ഷ്മി എന്ന ആരാധ്യ ദേവി. പുതിയ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കേരളത്തിലെ നവമാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഭിമുഖങ്ങൾ വരികയാണ്. പലരും ആരാധ്യയുടെ വേഷവിധാനവും ശ്രദ്ധിച്ചു കാണും. ഗ്ലാമറിലേക്കില്ല എന്ന് ഒരിക്കൽ പറഞ്ഞ വാക്കുകൾ ശ്രീലക്ഷ്മി തിരുത്തി പറഞ്ഞിരുന്നു. ഇന്ന് അഭിമുഖങ്ങളിൽ പോലും ആരാധ്യ സാരി ചുറ്റിയ ഗ്ലാമർ ഗേളായി കാണാം. എന്നാൽ തന്നെക്കുറിച്ച് വരുന്ന ട്രോളുകളിലും നെഗറ്റീവ് കമന്റുകളിലും ആരാധ്യ അക്ഷമയാണ്. അതേപ്പറ്റി ഒരു നീണ്ട പോസ്റ്റിൽ അവർ വിയോജിപ്പ് രേഖപ്പെടുത്തി രംഗത്ത് വരുന്നു. ഞാൻ സിനിമയിലോ അഭിമുഖങ്ങളിലോ ധരിക്കുന്ന വസ്ത്രത്തെ നെഗറ്റീവ് കമന്റുകളും ട്രോളുകളും കൊണ്ട് പലരും വിമർശിക്കുന്നത് കാണുന്നു. മറ്റു നടിമാരും അത്തരത്തിൽ വേഷം ചെയ്യുമ്പോൾ എന്നെ തന്നെ ലക്ഷ്യമിടുന്നത് എന്തിനെന്ന് മനസ്സിലാവുന്നില്ല. അത്തരം വേഷങ്ങൾ ധരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സിനിമ എന്തെന്ന് മനസ്സിലാക്കുന്നതിനോ ഒരു ക്യാമറ കാണുന്നതിനോ മുൻപുള്ള ഞാനാണ്. മറ്റു വ്യക്തികളെ പോലെ കരിയറിന്റെ ആവശ്യപ്രകാരം എന്റെ വീക്ഷണവും കാഴ്ചപ്പാടുകളും മാറും. അതിനെ കപടനാട്യം എന്ന് വിളിക്കണ്ട, പഠനവും പൊരുത്തപ്പെടലും എന്ന് മനസ്സിലാക്കിയാൽ മതി. സാരി എന്ന സിനിമ വന്നപ്പോൾ കഥയും കഥാപാത്രവുമാണ് എന്നെ ആകർഷിച്ചത്. സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഗ്ലാമർ ആ സിനിമയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഉണ്ടായത്. ഒരു നടിയായതിൽ പിന്നെ മറ്റു നടിമാർ ചെയ്യുന്നത് പോലെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് വ്യത്യസ്തമായി ഞാൻ വസ്ത്രധാരണം ചെയ്യണം. എന്നെ ട്രോൾ ചെയ്യുന്നവരോട് പറയട്ടെ, നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. എന്നാൽ എനിക്ക് എന്നെക്കുറിച്ചുള്ള ധാരണയിൽ എന്നെ നെഗറ്റീവായി കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളുടെ വിധി നിർണയത്തിന് വിടുന്നു. ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഞാൻ ചെയ്യാം എന്നേറ്റ കഥാപാത്രത്തോട് പരിപൂർണമായി നീതി പുലർത്തേണ്ടതുണ്ട്. എന്റെ തീരുമാനങ്ങൾ എന്റെ ദൃഢവിശ്വാസത്തിൽ ഊന്നിയാവും, മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയെ അപേക്ഷിച്ചല്ല. എനിക്ക് താല്പര്യമുള്ളിടത്തോളം ഞാൻ ഏതു വേഷവും ചെയ്യും. ആ കഥാപാത്രത്തോടും സിനിമയോടും ഞാൻ നീതി പുലർത്തും. എന്റെ വീക്ഷണങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് നന്ദി. അല്ലാത്തവരോട് പറയട്ടെ, എന്റെ യാത്ര എന്റേത് മാത്രമാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ക്യാമറയുടെ മുമ്പിൽ എത്തിയ അതേ ആത്മവിശ്വാസത്തോടും പാഷനോടും കൂടി ഞാൻ ചെയ്യും. ജീവിതം എന്റേതാണ്, തീരുമാനങ്ങളും എൻ്റെ മാത്രമാണ്.